ഇതിനകത്ത് ആകെപ്പാടെ സംഭവിച്ചത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് അത്ര കാര്യമായിട്ട് എടുക്കേണ്ടത് തോന്നിയിട്ടുണ്ടാവും. കാരണം RSSന്റെ അനുകൂലമായ ഒരു സംഘടന വന്ന് എന്തെങ്കിലുമൊക്കെ അവാർഡ് കൊടുക്കാമെന്ന് ആരോടെങ്കിലും അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു അവാർഡ് മേടിക്കുവാൻ പോകണോ വേണ്ടായോ എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെയാണ്. അതാരും ഞങ്ങളുടെ കോൺഗ്രസ് പ്രതിനിധികളും പ്രതിനിധീകരിക്കുന്ന ഒരാൾ പോലും ആ സംഘടനയുടെ അങ്ങനെയുള്ള സംഘടനകളുടെ അവാർഡ് വാങ്ങിക്കാൻ പോകില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്. അത് തന്നെയാണ് ശശി തരൂരിൻ്റെ നിലപാടും. ഇന്ന് മുഖ്യധാര മാധ്യമങ്ങൾക്കെല്ലാം മുൻപിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയുമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എന്താ, ഐ എം നോട്ട് ഹിയർ, ഐ എം നോട്ട് ഗോയിങ് ടു റിസീവ് ദാറ്റ് അവാർഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം മേടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ പറയുന്നത് കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും നിലപാടാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അങ്ങനെ ആരോപിക്കുമ്പോൾ, അങ്ങനെ ഈ പറയുന്ന CPM ബാക്കിയുള്ള സംഘടനയും ഒക്കെ ആരോപിക്കുമ്പോൾ ഈ പറയുന്ന RSSും BJPയുമായിട്ടുള്ള ബാന്ധവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ പൊതുസമൂഹമൊക്കെ കണ്ടതാണ്, വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ്. BJPയും RSS സംഘപരിവാർ സംഘടനകളുമായിട്ടുള്ള ഈ പറയുന്ന CPIMന്റെ ബന്ധം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 9.5 വർഷത്തെ ഭരണത്തിന് ആ ഭരണത്തിൽ നിന്ന് CPMും BJPയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വളരെ ക്ലിയറാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിനെ ഈ നിലപാടുകളെല്ലാം വളരെ കർക്കശമായി എടുത്തിട്ടുള്ള RSS സംഘപരിവാർ സംഘടനകളുമായി ഒരു കോംപ്രമൈസും ഇല്ല എന്ന് ഞങ്ങളുടെ എല്ലാ നേതാക്കളും, ശശി തരൂർ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ, നിങ്ങൾ ഇന്ന് ബൈറ്റ് എടുത്തിട്ടുള്ള ഒട്ടുമിക്ക നേതാക്കളും എന്താണ് പറഞ്ഞത്, ഭൂരിഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ നേതാക്കളും പറഞ്ഞ ഒരേ ഒരു കാര്യം, ആ സംഘടനയുമായി ഈ പറയുന്ന വിദ്വേഷം പകർത്തുന്ന ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, മതസ്പർദ്ധ വളർത്തുന്ന ഒരു സംഘടനയുമായി ഞങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള ബന്ധവുമില്ല.